ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 79. നമ്മൾ 43-ാമത്തേതായിട്ട് കൃഷ്ണോപനിഷത്താണ് നോക്കുന്നത്. അതിൻ്റെ 3-ാമത്തെ ഭാഗമാണ് ഈശ്വരീയ മായയുടെ രഹസ്യം. അതായത് കൃഷ്ണാവതാരമാണ് ഈ ബ്രഹ്മം പ്രപഞ്ചമായി മാറുമ്പോൾ ബ്രഹ്മത്തിൻ്റെ മായാരൂപമായിട്ട് ഈ പ്രപഞ്ചത്തെ കാണുന്നു. അപ്പം അങ്ങനെയുണ്ടായ പ്രപഞ്ചം ഗ്രാജ്വലായി പുരോഗമിച്ച് കൃതയുഗത്തിൽ നിന്ന് തുടങ്ങി കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗത്തിലെത്തുമ്പോൾ അതിൻ്റെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് എത്തും. ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും കാര്യത്തിൽ അതിൻ്റെ എല്ലാം സഹായത്തിൽ സുന്ദരമായ ഒരു ലോകമായിട്ട് മാറ്റും. ഇതാണ് ബ്രഹ്മത്തിൻ്റെ ലക്ഷ്യം. ബ്രഹ്മം ഒരു മായ ലോകമുണ്ടാക്കുമ്പോൾ അത് ഉദ്ദേശിച്ചത് ഇത്തരത്തിലുള്ള ഒരു ലോകം ഉണ്ടാക്കാനാണ്. അപ്പം നമുക്കറിയാം, നമ്മൾ ഈ ഘട്ടങ്ങളിലൂടെ എല്ലാം പുനർജനിച്ചു പോയിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ എത്തി, നമ്മളെല്ലാം ഈ എല്ലാ ഘട്ടങ്ങളിലൂടെയും കടന്നു പോയിട്ടുണ്ടാകാം. കാരണം പുനർജന്മമുണ്ടല്ലോ. അപ്പോൾ ഈ ഘട്ടം എന്ന് പറഞ്ഞാൽ ഏറ്റവും സുന്ദരമായ രൂപമാണ്. പക്ഷേ അത് മായാമോഹിതമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് കൃഷ്ണൻ്റെ കാലഘട്ടമാണ്. അപ്പം ഓരോ കാലഘട്ടത്തിലും കൃതയുഗത്തിലുള്ള ആ പ്രപഞ്ചത്തിൻ്റെ ഘടന നമുക്ക് പരശുരാമൻ്റെ യുഗമായിട്ടെടുത്തു. അത് ബ്രഹ്മത്തിൻ്റെ അപ്പോഴത്തെ രൂപമാണ്. പിന്നെ അത് പുരോഗമിച്ചിട്ട് രാമൻ്റെ കാലഘട്ടത്തിലേക്കെത്തി. അപ്പോൾ ആ കാലഘട്ടത്തിലെ പ്രകൃതിയെ, അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രപഞ്ചത്തെ, ഈ ലോകത്തെ ത്രേതായുഗമായിട്ട് കണ്ടു. അതിൽ രാമൻ്റെ കാലഘട്ടമായിട്ട് കണ്ടു. അപ്പോൾ അത് ബ്രഹ്മത്തിൻ്റെ രണ്ടാമത്തെ രൂപമാണ്, മായ രൂപമാണ്. അങ്ങനെ അവസാനം എത്തുന്നതാണ് കൃഷ്ണൻ്റെ മായാരൂപം. അപ്പം ഏറ്റവും വികസിച്ച ലോകം ബ്രഹ്മം എന്തോന്നാണോ മനസ്സിൽ വിഭാവനം ചെയ്തത്, എങ്ങനെയൊരു ലോകമാണോ, സുന്ദരമായ ലോകമാണോ ഉണ്ടാക്കാൻ ശ്രമിച്ചത്, അത് എത്തിച്ചേരുന്ന യുഗത്തിനാണ് കൃഷ്ണൻ്റെ കാലഘട്ടം, അല്ലെങ്കിൽ കൃഷ്ണയുഗം എന്നെല്ലാം പറയുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള കൃഷ്ണൻ്റെ യുഗത്തിൽ വേദവ്യാസൻ എന്ത് ചെയ്തിട്ടുണ്ട്? കൃഷ്ണ കഥകളിലൂടെ, പുരാണ കഥകളിലൂടെ ഇതിനെയെല്ലാം പലതായിട്ട് രൂപത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്, കഥരൂപത്തിൽ. അപ്പം ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളെയും കഥാപാത്രങ്ങളായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് നമ്മളെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. പല കഥാപാത്രങ്ങളിൽ നമ്മളുടെ എല്ലാം സ്വഭാവം ഇതിൻ്റെ അകത്ത് കാണാം. മഹാഭാരതം കഥയായാലും രാമായണം, മറ്റേ കൃഷ്ണൻ്റെ കഥയായാലും എല്ലാത്തിലും ഉള്ള കഥാപാത്രങ്ങളെല്ലാം നമ്മളെല്ലാം തന്നെയാണ്. കഥയിലാവുമ്പോൾ ചില കഥാപാത്രങ്ങളെ വെച്ച് അതിൻ്റെ അകത്തുള്ള വിചാരങ്ങളും എല്ലാം അത്തരത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് ഈ മായാ ലോകത്തെ പറ്റിയുള്ളൊരു വിവരണമാണ്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള ഓരോന്നിനെയും പറ്റി പറയുന്നത്. നമുക്കാദ്യം മായ, അതിലേക്ക് എന്താണ് പറയുന്നത് നോക്കാം. ഗോപരൂപോ ഹരി സാക്ഷാത് മായാ വിഗ്രഹധാരണ ദുർബോധം കുഹകം തസ്യ മായയാ മോഹിതം ജഗത് ദുർജയാ സാസുരൈ സർവൈ ദൃഷ്ടിരൂപോ ഭവേദ്വിജ രുദ്രോ യേന കൃതോ വംശസ്തസ്യ മായാ ജഗത് കഥം ബലം ജ്ഞാനം സുരാണാം വൈ തേഷാം ജ്ഞാനം ഹൃദം ക്ഷണാത് ശേഷനാഗോ ദേവദ്രാമ കൃഷ്ണോ ബ്രഹ്മൈവ ശശ്വതം അഷ്ടാവഷ്ടസഹസ്രേ ദ്വേ ശതാധിക്യസ്ത്രിയാസ്തഥാ ഋജോപനിഷദസ്താ വൈ ബ്രഹ്മരൂപാ ഋജസ്ത്രിയ ദ്വേഷശ്ചാരൂണമല്ലോയം വത്സരോ മുഷ്ടികോ ജയ
ദർപ്പ കുവലയാ പീഡോ ഗർവോ രക്ഷ ഖഗോബക ദയാ സ രോഹിണീ മാതാ സത്യഭാമാ ധരേതി വൈ അഘാസുരോ മഹാവ്യാധി കലി കംസ സ ഭൂപതി ശമോ മിത്ര സുദമാ ച സത്യാ ക്രൂരോ ഉദ്ധവോദമ യശംഖ സ സ്വയം വിഷ്ണു ലക്ഷ്മിരൂപോ വ്യവസ്ഥിത ദുഗ്ധസിന്ധൗ സമുത്പന്ന മേഘഘോഷസ്തു സംസ്മൃത ദുഗ്ധോദധി കൃതസ്തേന ഭഗ്നാ ഭാണ്ഡോദധിഗ്രഹേ ക്രീഡതേ ബാലകോ ഭൂത്വാ പൂർവവത് സുമഹോദധൗ സംഹാരാർത്ഥം ച ശത്രുണാം രക്ഷണായ ച സംസ്ഥിത കൃപാർത്ഥേ സർവഭൂതാനാം ഗോപ്താരം ധർമ്മമാത്മജം യത് സൃഷ്ടുമീശ്വരേ നാസീത് തച്ചക്രം ബ്രഹ്മരൂപധൃക്. ഭഗവാൻ ഹരി തന്നെ ഗോപന്റെ രൂപത്തിൽ ലീലാവിഗ്രഹ രൂപം ധരിച്ചു. ഈ പ്രപഞ്ചം മായാമോഹിതമാണ്. അതിനാൽ ഈശ്വരീയ മായയുടെ രഹസ്യം അറിയുക ദേവന്മാർക്ക് പോലും പ്രയാസമാണ്. ഏതൊരു മായയാൽ ബ്രഹ്മാവിന് വടിയായും ശിവന് വേണുവായും ജനിക്കേണ്ടി വന്നുവോ ആ മായയെ എങ്ങനെ സാധാരണ ജനങ്ങൾ അറിയാനാണ്? ദേവന്മാരുടെ ജ്ഞാനത്തെപ്പോലും മായ നിഷ്ഫലമാക്കി. സനാതന രൂപം ശ്രീകൃഷ്ണനായും അനന്തൻ ബലരാമനായും ജനിച്ചു. കൃഷ്ണന്റെ 16,008 ഭാര്യമാൾ വേദത്തിലെ ഋക്കുകളും ഉപനിഷത്തുകളുമാണ്. ബ്രഹ്മസ്വരൂപിയായ വേദഋക്കുകൾ ഗോപികമാരായും ജനിച്ചു. ചാണൂരമല്ലൻ ദ്വേഷവും മുഷ്ടികൾ മത്സരവും കുവലയാപീഠം ദർപ്പവുമാണ്. ആകാശചാരിയായ ബകാസുരൻ ഗർവവും ദയ രോഹിണി മാതാവും പൃഥ്വി സത്യഭാമയും മഹാവ്യാധി അഘാസുരനും കംസനുമാണ്. ശമം സുദാമാവും സത്യം അക്രൂരനും ദമം ഉദ്ധവരും ശംഖം വിഷ്ണുവും ലക്ഷ്മിയുമാണ്. പാൽക്കടലിന്റെ ലീല തന്നെയാണ് കൃഷ്ണൻ പാൽക്കുടവും തൈർക്കുടവും ഉടച്ചത്. ഇത് കൃഷ്ണന്റെ ക്രീഡകളാണ്. സജ്ജന പരിപാലനവും ദുഷ്ടനിഗ്രഹവുമായി അദ്ദേഹം സദാ മുഴുകിയിരുന്നു. സകലരെയും അനുഗ്രഹിക്കാനും ധർമ്മ സംരക്ഷണത്തിനുമായി കൃഷ്ണൻ അവതാരമെടുത്തു. ബ്രഹ്മതുല്യവും പരമശിവൻ നിർമ്മിച്ചതുമായ ചക്രം തന്നെയാണ് ശ്രീകൃഷ്ണന്റെ കരകമലത്തിൽ കാണപ്പെടുന്നത്. ഇവിടെ പറയുന്നത് ഭഗവാൻ ഹരി തന്നെയാണ് ഗോപന്റെ രൂപത്തിൽ ലീലാവിഗ്രഹ രൂപം ധരിച്ചത്. ഇതൊരു ലീലയാണ്, ലീലയാടുകയാണ്, ഒരു വിഗ്രഹരൂപം തന്നെയാണ്. ഈ പ്രപഞ്ചത്തെ ഏറ്റവും പുരോഗമിച്ച കൃതയുഗത്തിൽ നിന്ന് തുടങ്ങി ഗോത്ര കാലഘട്ടത്തിൽ നിന്ന് തുടങ്ങി നമ്മളിപ്പോൾ അവസ്ഥയിൽ എത്തിയില്ല, നമ്മൾ അതിൻ്റെ വഴിയിലാണുള്ളത്. ഏറ്റവും പുരോഗമിച്ച് പ്രളയത്തിൻ്റെ മുമ്പിലെത്തുന്ന ആ അവസ്ഥയിൽ അതൊരു ലീലാവിഗ്രഹം തന്നെയാണ്. അത് ആ ബ്രഹ്മം തന്നെ അല്ലെങ്കിൽ ശ്രീഹരി തന്നെയാണ് ആ രൂപം ധരിച്ചിരിക്കുന്നത്. നമ്മൾ മുമ്പേ കണ്ടു, ഈ കാണുന്ന എല്ലാം ബ്രഹ്മമായിട്ട് കാണണം. അപ്പം ഈ യുഗത്തെയും കൃഷ്ണൻ്റെ കാലഘട്ടത്തെയും ആ ഹരിയുടെ രൂപമായിട്ട് തന്നെ കാണണം. അതിനാൽ ഈശ്വരീയ മായയുടെ രഹസ്യം അറിയുക ദേവന്മാർക്ക് പോലും പ്രയാസമാണ്. അപ്പം ഈ മായാരൂപം വിഷ്ണുവിൻ്റെ അല്ലെങ്കിൽ ബ്രഹ്മത്തിൻ്റെ ഏറ്റവും പുരോഗമിച്ച അവസ്ഥയിൽ വരുമ്പോൾ നമ്മളെല്ലാം എന്തായിരിക്കും? ആ സൗഭാഗ്യത്തിൽ മതിമറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും. അത്രയും ഐശ്വര്യം കിട്ടുമ്പോൾ നമ്മൾ ഐശ്വര്യത്തിൽ മയങ്ങിയിരിക്കുകയാണ്. ജീവിതത്തെപ്പറ്റി ചിന്തിക്കാനല്ല, നേരെ മറിച്ച് പ്രാകൃത കാലഘട്ടത്തിലെല്ലായിരിക്കും എപ്പോഴും പ്രശ്നങ്ങളും ആകെ ദുരിതങ്ങളെല്ലാം ആകുമ്പോഴും നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കും, ഇതെന്തൊരു ജീവിതം. പക്ഷെ ഇപ്പോഴെല്ലാം ആ സുഭിക്ഷമായ കാലഘട്ടത്തിലെത്തുമ്പോൾ നമ്മൾ അതിനൊന്നും ചിന്തിക്കാൻ, തിരിഞ്ഞു നോക്കാനൊന്നും, അതിൽ ആഘോഷിച്ചിരിക്കുന്ന അവസ്ഥയിലായിരിക്കും. അപ്പോൾ മായയിൽ അകപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഈ ശക്തി വിശേഷമാണ് ഈ ഘട്ടത്തിലൂടെ അവിടെ നമ്മൾ എത്തിച്ചത്. നമ്മളെ ഓരോ കർമ്മങ്ങളിൽ ഇൻവോൾവ് ആക്കിക്കൊണ്ട് പുനർജനിപ്പിച്ചുകൊണ്ട് നമ്മളെ അവിടെ എത്തിക്കുകയാണ്.
അതാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്ന ഈ ബ്രഹ്മം. പക്ഷേ ആ ഒരു രഹസ്യം മനസ്സിലാക്കാൻ നമുക്ക് ആ നിമിഷത്തിലെത്തുമ്പോൾ പറ്റുകയില്ല എന്ന് പറയുകയാണ്. ഏതൊരു മായയാൽ ബ്രഹ്മാവിന് വടിയായും ബ്രഹ്മാവെല്ലാം ശിവനും എല്ലാം ഈ എല്ലാം കർമ്മങ്ങൾക്ക് വേണ്ടിയാണ് തിരിച്ചിരിക്കുന്നത്. നമ്മൾ മാത്രമല്ല, നമ്മളെന്തെല്ലാം സൃഷ്ടി ചെയ്യുന്ന മാതിരി ബ്രഹ്മാവും ഇരുന്ന് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പലതരം. ശിവനും സംഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവരെല്ലാം കഥയിൽ എന്തായിട്ട് മാറി? വടിയായിട്ടും വേണുവായിട്ടെല്ലാം ചിത്രീകരിച്ചു. അപ്പം ഇതെല്ലാം ആണ്ടി വന്ന് എന്തുകൊണ്ടാണ്? ഈ മായയിലകപ്പെട്ടതാണ്. ഈ മായാലോകത്തിൻ്റെ വിവരണമാണ് ഭാഗവതത്തിലൂടെ ആയാലും കൃഷ്ണകഥയിലൂടെ ആയാലും വിവരിക്കുന്ന ഈ മായാലോകത്തിൻ്റെ പ്രത്യേകതകളാണ്. അല്ലാതെ ആത്മീയമല്ല, ബ്രഹ്മത്തിൻ്റെ കാര്യമല്ല. ആ ബ്രഹ്മത്തെ വിട്ടുകൊണ്ട് ഈ ലോകത്തിലെ സൗഭാഗ്യത്തെ പറ്റിയെല്ലാം ആ കഥകളിൽ വിവരിക്കുന്നത്. അപ്പോൾ ബ്രഹ്മാവിന് വടിയായും ശിവന് വേണുവായെല്ലാം ജനിക്കേണ്ടി വന്നുവോ? ആ മായ എങ്ങനെ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകാനാണ്? അവർ പോലും ആ കളികളിൽ പങ്കെടുക്കുകയാണ്. കൃഷ്ണൻ തന്നെയല്ലേ മഹാധർമ്മത്തിനും അധർമ്മത്തിനും എതിരായുള്ള യുദ്ധത്തിൽ എല്ലാം മുന്നിട്ടിറങ്ങി പ്രവർത്തിച്ചിരിക്കുന്നത്. മായ ആണെങ്കിൽ ഈ ബ്രഹ്മം തന്നെ ഈ രൂപത്തിൽ വന്ന് കളിക്കുകയാണ്. അപ്പം അവർ പോലും ഈ കളിയിൽ പങ്കെടുക്കുകയാണ്. പിന്നെ അവർക്ക് പോലും ഇത് കളിയാണെന്ന് മനസ്സിലാകുന്നില്ല. അപ്പം പിന്നെ മനുഷ്യരുടെ കാര്യം പറയേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ദേവന്മാരുടെ ജ്ഞാനത്തെ പോലും മായ നിഷ്ഫലമാക്കി. അപ്പൊ ഇവിടെ എന്തെല്ലാം ശക്തികളുണ്ടോ അതിനെല്ലാം ഈ കളിയിൽ പങ്കെടുത്ത് കളിക്കുകയാണ്. ഇതെല്ലാം അതാണ്. ഉദാഹരണമായി സൂര്യനും കാലാവസ്ഥ ഉണ്ടാക്കുന്നു, പലതരം കാലാവസ്ഥ ഉണ്ടാക്കുന്നു. ചിലപ്പോൾ നല്ലത് തരുന്നു, ചിലപ്പോൾ കഷ്ടപ്പെടുത്തുന്നു. സൂര്യനും എല്ലാം അറിയാം, ആ ബ്രഹ്മമാണ് എന്നെ സൃഷ്ടിച്ചതും ഇതിലൂടെ ഈ ചക്രങ്ങളിലൂടെ കാലത്തിലൂടെ ലോകത്തെ കൊണ്ടുവന്ന് അറിഞ്ഞിട്ട് അവരും ഇതിൽ പങ്കെടുക്കുകയാണ്, കളിക്കുകയാണ്. അതുകൊണ്ട് അവരുടെ ജ്ഞാനം പോലും നിഷ്ഫലമായി പോയി. എന്നിട്ടോ സനാതന ബ്രഹ്മം. അപ്പം ബ്രഹ്മമാണ്. ഇപ്പം നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് സനാതനം. സനാതനം എന്നത് എന്തേ ഉള്ളൂ? എന്നെന്നും നിലനിൽക്കുന്നത് എന്തേ ഉള്ളൂ? ബ്രഹ്മമേ ഉള്ളൂ. ഈ ബ്രഹ്മത്തിന് ഒരു സമയം തോന്നി നല്ലൊരു ലോകം ഉണ്ടാക്കണം. പടിപടിയായിട്ട് അതുണ്ടാക്കുന്നു. അതുണ്ടാക്കി കഴിഞ്ഞാൽ പൊളിക്കുന്നു, പിന്നെയും ഉണ്ടാക്കുന്നു. അപ്പം ഇതൊന്നും ശാശ്വതമല്ല. അപ്പോൾ സനാതനമായി നിൽക്കുന്നത് എന്തേ ഉള്ളൂ? ആ ബ്രഹ്മം തന്നെയാണ് ഈ രൂപത്തിലെല്ലായിട്ട് മാറുന്നത്. സനാതനമായിട്ടുള്ളത് എന്തേ ഉള്ളൂ? ബ്രഹ്മമേ ഉള്ളൂ. ഒരു സ്വർണ്ണക്കടയിൽ വളയും മാലയെല്ലാം പലതായിട്ട് രൂപത്തിൽ കാണുന്നുണ്ടെങ്കിൽ സനാതനമായിട്ടുള്ള എന്താണ്? സ്വർണം തന്നെയാണ്. ബാക്കിയെല്ലാം നാളെ ഉരുക്കിയിട്ട് പിന്നെയും സ്വർണ്ണമാക്കി വേറെ രൂപത്തിലാക്കും. പക്ഷെ സ്ഥായിയായിട്ടുള്ളത് എന്താണ്? സ്വർണമാണ്. ആ അവസ്ഥയിൽ സനാതനമായ ബ്രഹ്മം തന്നെയാണ് കൃഷ്ണനായും, അപ്പം ബ്രഹ്മം തന്നെയാണ് കൃഷ്ണനായി മാറിയത്. ഈ സനാതനമായ ബ്രഹ്മം എന്താണ്? അത് അനന്തമാണ്. അതിന് ലിമിറ്റൊന്നുമില്ല. ആ ലിമിറ്റില്ലാത്തതാണ് ബലരാമനായിട്ടും ജനിച്ചത്. അപ്പൊ കഥയിൽ കൃഷ്ണനെയും ബലരാമനെയും എങ്ങനെ ചിന്തിക്കണം? ബ്രഹ്മമായിട്ട് തന്നെ കാണണം. എന്നിട്ടോ കൃഷ്ണന്റെ 16,008 ഭാര്യമാർ എന്ന് പറയുന്നത് ഭാര്യമാർ മാത്രമല്ല, ഗോപികമാരും എല്ലാം വേദങ്ങളിലെയും ഉപനിഷത്തുക്കളുടെയും വേദങ്ങളിലെ ഋക്കുകളും ഉപനിഷത്തുക്കളുമാണ്. അപ്പം വേദങ്ങളിലെ വരികളെല്ലാം തന്നെയാണ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഈ ഗോപികമാരും 16,008 ഭാര്യമാരും എന്നെല്ലാം പറയുന്നത് വേദങ്ങളിലേതാണ്. വേദങ്ങളിലെ ശാസ്ത്ര തത്വങ്ങളാണ് എന്നാണ് ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേദത്തിൻ്റെ ശാസ്ത്ര തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ഉണ്ടായിരിക്കുന്ന. ഇലക്ട്രോൺ തൊട്ട് പ്രോട്ടോൺ തൊട്ട് വേദങ്ങളിൽ വിവരിക്കുന്ന ശാസ്ത്ര തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം. 16,008 ഭാര്യമാർ എന്ന് പറയുന്നത് 16,008ഓളം വരികളിലൂടെ വേദങ്ങളിലൂടെയും ഉപനിഷത്തുക്കളിലൂടെയും എല്ലാം ഈ എല്ലാ വസ്തുക്കളുടെയും ഘടനകളെല്ലാം വിവരിച്ചു തന്നിരിക്കുകയാണ്. അപ്പം ആ കാണുന്നതെല്ലാം ജ്ഞാനം സയൻസിലൂടെ ഉണ്ടായതാണ്. അതുകൊണ്ടാണ് വേദത്തിലെ ഋക്കുകളെല്ലാം എന്തായിട്ട് കാണണം? 16,008 ഭാര്യമാരെയെല്ലാം എന്തായിട്ട് കാണണം? വേദത്തിലെ ശാസ്ത്രതത്വങ്ങളായിട്ട് കാണണം. കാരണം കൃഷ്ണൻ ആ ശാസ്ത്ര തത്വത്തിലൂടെയാണ് പ്രപഞ്ചത്തെ എല്ലാം
സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും എല്ലാം ചെയ്യുന്നത്. അപ്പം നമ്മളെ ഈ കഥയിലുള്ള ഗോപികമാരെയെല്ലാം എന്താണ് യഥാർത്ഥത്തിൽ? ബ്രഹ്മം തന്നെയാണ്, നിർഗുണമായ ബ്രഹ്മം തന്നെയാണ് കൃഷ്ണനും. ആ അനന്തമായ ശക്തിയാണ് ബലരാമനും. വേദങ്ങളിലെ വരികളെല്ലാമാണ് എന്ത്? ഗോപികമാരും. അതേ ശാസ്ത്ര പ്രതിഭാസങ്ങളാണ്. ശാസ്ത്രത്തിൻ്റെ സഹായത്താലാണ് കൃഷ്ണൻ ലീലയാടുന്നത് ഇവിടെ ഈ ലോകത്ത്. അപ്പം അത്തരത്തിൽ കാണണം. എന്നിട്ട് വേദത്തിൽ പുരാണ കഥകളിൽ എന്തെല്ലാമോ പറഞ്ഞിരിക്കുന്നത്, കഥാപാത്രങ്ങളായി പറഞ്ഞിരിക്കുന്നത്, അത് എന്തെല്ലാമാണെന്ന് പറയുകയാണ്. ചാണൂരമല്ലെന്ന് പറയുന്നത് ദേഷ്യമാണ്. മുഷ്ടികൻ എന്നത് മത്സരവുമാണ്. കുവലയാപീഠം എന്നത് ദർപ്പവുമാണ്. ആകാശചാരിയായ ബകാസുരൻ ഗർവവും, നമ്മുടെ ഗർവമാണ് ബകാസുരൻ. ദേയ രോഹിണി മാതാവും പൃഥ്വി ഭൂമി സത്യഭാമിയും മഹാവ്യാധികളെല്ലാം അഘാസുരനും കംസനുമാണ്. അപ്പം മഹാവാദികളെല്ലായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് കംസ രൂപത്തിലാണ്. അഘാസുരനായിട്ടും കംസനും എല്ലായിട്ടാണ് വ്യാധികളെയെല്ലാം ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതെല്ലാം മഹാഭാരത യുദ്ധത്തിലെല്ലാണ് ഇവർ അസുരന്മാരായിട്ട് കയറി വരുന്നത്. അല്ലെങ്കിൽ ഈ സൃഷ്ടി പുരോഗതി ഗ്രാജ്വലായിട്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ അതിലുണ്ടാവുന്ന തടസ്സങ്ങളെയെല്ലാമാണ് ഇവിടെ അസുരന്മാരായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. ദ്വേഷം, മുഷ്ടി, മത്സരം, ഇതെല്ലാം ഇതിൻ്റെ ഇടക്കുണ്ടാകുന്നുണ്ട്. ഇതിനെല്ലാം അതിജീവിച്ചിട്ടാണ് നല്ലൊരു സൃഷ്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. ലോകത്തിൽ അധർമ്മം പെരുകിയപ്പോൾ ഒരു വലിയൊരു യുദ്ധം നടക്കുന്നുണ്ട്, മഹാഭാരത യുദ്ധം. അത് തന്നെയാണ് മൂന്നാം ലോകമഹായുദ്ധമായിട്ട് നാം കാണേണ്ടത്. ആ മൂന്നാം ലോകമഹായുദ്ധത്തിൽ രണ്ട് പക്ഷത്തും നിൽക്കുന്നത് ദ്വേഷവും വിദ്വേഷവും മത്സരവും ഗർവവും അഹങ്കാരവും ദയയില്ലായ്മ, ഇതെല്ലാം തന്നെയാണ്. ഇതെല്ലാം വൃത്തിയിൽ വെച്ച് നടക്കുകയാണ്. ഇതെല്ലാം അതേസമയം തന്നെ രോഗവുമാണെന്നും പറയുന്നത്, മഹാവ്യാധികളാണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒന്ന് കാണേണ്ടത്, മഹാഭാരത യുദ്ധം നടക്കുന്ന സമയത്ത് പ്രകൃതിക്ഷോഭങ്ങളും എല്ലാം ഉണ്ടാവുന്നുണ്ട്. കാലമാണ് ലോകത്തെ ഉടച്ചുകൊണ്ട് ഒരു വലിയ യുദ്ധത്തിലൂടെ ലോകത്തെ മുന്നോട്ടേക്ക് പുതിയൊരു യുഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഈ കാലഘട്ടത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ യുദ്ധങ്ങൾ പരസ്പരം നടക്കുകയാണ്. നമ്മളൊരു യുദ്ധത്തിൻ്റെ നടുവിലാണുള്ളത്. അതേസമയം തന്നെ കുറേ വർഷങ്ങളായിട്ട് പലതരം രോഗങ്ങൾ വരികയാണ്, പ്രകൃതിക്ഷോഭങ്ങൾ വരികയാണ്. അപ്പം ലോകത്തെ മാറ്റിമറിക്കുമ്പോൾ മനുഷ്യർ തമ്മിലുള്ള യുദ്ധം മാത്രമല്ല ഉണ്ടാകുന്നത്, രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല, മനുഷ്യർ പരസ്പരം ഉള്ളത് മാത്രമല്ല, ദേഷ്യവും വിദ്വേഷവും പ്രകൃതിക്ഷോഭങ്ങളും രോഗങ്ങളും എല്ലാം അതിൻ്റെ കൂട്ടത്തിൽ വരും. അതുകൊണ്ടാണ് ഇവിടെ ദ്വേഷം ഇന്നത്, മുഷ്ടി ഇന്നയാളായിട്ട് ചിത്രീകരിച്ചു, രോഗങ്ങൾ ഇന്നതായിട്ട് ചിത്രീകരിച്ചു. ഇതിനെല്ലാം ഓരോ കഥാപാത്രങ്ങളായിട്ടാണ് പുരാണ കഥകളിലൂടെ നമുക്ക് വിവരിച്ചു തരുന്നത്. അപ്പം ശമം സുദാമാവും, സത്യം അക്രൂരനും, ദമം ഉദ്ധവരും, ഇങ്ങനെയെല്ലാം കുറേ പാലാഴി കടയുന്നതിൻ്റെ ലീലയാണ് കൃഷ്ണൻ പാൽക്കുടമുടച്ചത് എന്നെല്ലാം പറയുന്നതിലൂടെ അവിടെ നടക്കുന്ന ചില ഏറ്റുമുട്ടലുകളും എല്ലാമായിട്ട് ഈ സംഭവങ്ങളെ നമ്മൾ കാണണം. കൃഷ്ണൻ വെണ്ണ മോഷ്ടിച്ചതും എല്ലാം നാട്ടിൽ നടക്കുന്ന ചില സംഭവങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ട് അതിന് അർത്ഥം മനസ്സിലാക്കണമെന്ന് നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇതിനെല്ലാം കൃഷ്ണൻ്റെ ക്രീഡകളാണ്. എന്നിട്ട് സജ്ജന പരിപാലനത്തിനും ദുഷ്ടനിഗ്രഹവുമായി അദ്ദേഹം സദാ മുഴുകിയിരിക്കുന്നു. അപ്പം ലോകത്തിൽ ഈ യുദ്ധത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? നല്ലൊരു വലിയൊരു യുദ്ധത്തിലൂടെയാണ് അധർമ്മികളെയെല്ലാം ഇല്ലാതാക്കിയിട്ട് ഒരു പുതിയ ലോകം കെട്ടിപ്പടുക്കാൻ മഹാഭാരത യുദ്ധത്തിലൂടെ കൃഷ്ണൻ ശ്രമിക്കുന്നത്. അതിനുശേഷമാണ് പാണ്ഡവരുടെ ധർമ്മപുത്രരുടെ നേതൃത്വത്തിൽ സുന്ദരമായ ഒരു ലോകം ഉണ്ടാകുന്നത്.
അപ്പൊ അതിലേക്ക് തന്നെയാണ് ഇന്നത്തെ ലോകങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നാളെ എത്തിച്ചേരുന്ന അവിടത്തേക്ക് തന്നെയാണ്. അപ്പൊ ആ കർമ്മങ്ങളിൽ ഏറ്റെടുത്ത് നടത്തുന്നത് ആരാണ്? ഈ യുഗത്തിന്റെ അധിഷ്ഠിതമായ ആ സംഗതി ഏതാണ്? ആ ബ്രഹ്മം തന്നെയാണ്. ഈ യുഗത്തിലെ ആ ബ്രഹ്മത്തിന്റെ മായാരൂപത്തെയാണ് കൃഷ്ണാവതാരമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്, കൃഷ്ണയുഗമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ദുഷ്ടനിഗ്രഹവുമായി അദ്ദേഹം മുഴുകിയിരിക്കുന്നു. സകലരെയും അനുഗ്രഹിക്കുവാനും ധർമ്മ സംരക്ഷണത്തിനുമായി കൃഷ്ണൻ അവതാരമെടുത്തു. അപ്പോൾ കൃഷ്ണാവതാരത്തിലൂടെയാണ് അധർമ്മികളെയെല്ലാം ഇല്ലാതാക്കിയിട്ട് ആദ്യം കംസനെ മറച്ചിട്ടിട്ടുണ്ട്. അതിനുശേഷം ഇപ്പുറത്ത് വന്ന് പാണ്ഡവരെയെല്ലാം കൂട്ടുപിടിച്ചുകൊണ്ട് മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു മഹാഭാരത യുദ്ധത്തിലൂടെ, മഹാഭാരതം ലോകം മുഴുവനുള്ളത് അത് തന്നെയാണ് മൂന്നാം ലോകമഹായുദ്ധം. ആ മൂന്നാം ലോകമഹായുദ്ധത്തിലൂടെ പുതിയൊരു യുഗത്തിലേക്കാണ് കാലം മുന്നോട്ടേക്ക് പോകുന്നത്. അതിലൂടെയാണ് എന്താണോ ബ്രഹ്മം, ഒരു ലോകം, ഏത് തരത്തിലുള്ള ഒരു ലോകമാണോ ബ്രഹ്മം സൃഷ്ടിക്കാൻ ശ്രമിച്ചത്, അത്തരത്തിലുള്ളൊരു സുന്ദരമായ ലോകം ഇവിടെ ഉരുത്തിരിഞ്ഞു വരും. അത് തന്നെയാണ് വസുദേവ കുടുംബമായിട്ട് കാണേണ്ടത്. ബ്രഹ്മതുല്യവും പരമശിവൻ നിർമ്മിച്ചതുമായ ചക്രം തന്നെ കൃഷ്ണന്റെ കയ്യിലുള്ളത്. ബ്രഹ്മതുല്യവും സൃഷ്ടി എല്ലാം പ്ലാനറ്ററി സിസ്റ്റവുമായിട്ട് പ്രപഞ്ചത്തിലെ കുറേ ഗോളങ്ങളെല്ലാമാണ്. ഇതിൻ്റെ എല്ലാം പ്ലാനിങ്ങും ടൈമിങ് എല്ലാം അതുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണുള്ളത്. അത് നമുക്ക് പിന്നീട് സയൻസിലോട്ട് എല്ലാം പിന്നീട് കാണാം, എങ്ങനെയാണ് ഇതെല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആ ഒരു പ്രപഞ്ചമാകുന്ന ചക്രം അതാണ് കൃഷ്ണന്റെ കയ്യിലുള്ളതായിട്ട്. അത് ശിവൻ നിർമ്മിച്ചതാണ്. ശിവനാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം നിർമ്മിച്ച രുദ്രനാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ എല്ലാം കൊണ്ടും നിർമ്മിച്ചതാണ് ഈ പ്രപഞ്ചമാകുന്ന ഒരു സൗരയൂഥ സിസ്റ്റവും അതിൻ്റെ പുറത്തുള്ള മറ്റുള്ള കുറേ ഗ്രഹങ്ങളുടെ പ്രപഞ്ചഘടനയും. അതിൻ്റെ കറക്കമനുസരിച്ചാണ് ഇവിടെ എല്ലാം സംഭവിക്കുന്നത്. അതാണ് സുദർശന ചക്രമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പം ഏത് പ്രതിബന്ധങ്ങളെയും സുദർശന ചക്രം കൊണ്ട് തടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മം ഏത് തരത്തിലുള്ള ഒരു ലോകമാണോ സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാത്തിനെയും മാറ്റിക്കൊണ്ട് അതവിടെ എത്തുക തന്നെ ചെയ്യും. കാലചക്രം അവിടത്തേക്ക് എത്തിക്കുക തന്നെ ചെയ്യും. ജയന്തി സംഭവോ വായുശ്ചമരോ ധർമ്മസംജ്ഞിത യസ്യാസൗ ജ്വലനാഭാസ ഖഡ്ഗ രൂപോ മഹേശ്വര കശ്യപോലൂഘലഘ്യാതോ രഞ്ജൂർമാദോ ദിതിസ്തഥാ ചക്രം ശംഖം ച സംസിദ്ധിം ബിന്ദും ച സർവമൂർധനി യാവന്തി ദേവരൂപാണി വദന്തി വിബുധാ ജന നമന്തി ദേവരൂപേഭ്യവമാദിന സംശയ ഗദാ ച കാലികാ സാക്ഷാത് സർവശത്രുനിബർഹിണി ധനുശാർംഗം സ്വമായാ ച ശരത്കാല സുഭോജന അബ്ജകാണ്ഡം ജഗദ്ബീജം ധൃതം പാണൗ സലീലയ ഗരുഡോ വടഭാണ്ഡീരസുദാമോ നാരദോ മുനി വൃന്ദാഭക്തി ക്രിയാ ബുദ്ധി സർവജന്തുപ്രകാശിനി തസ്മാന്ന ഭിന്നം നാഭിന്നമാഭിർഭിന്നോ ന വൈ വിഭു ഭൂമാ ഉത്താരിതം സർവം വൈകുണ്ഠം സ്വർഗവാസിനാം സർവതീർത്ഥഫലം ലഭതേ യ ഏവ വേദ ദേഹബന്ധാദ് വിമുച്യതേ ഇത്യുപനിഷത്ത്. ഹരി ഓം തത്സത്. വായു ഭഗവാൻ വൈജയന്തിമാലയുടെ രൂപവും ധർമ്മം ചാമര രൂപവും മഹേശ്വരൻ ഖഡ്ഗരൂപവും കശ്യപൻ ഉരലിൻ്റെ രൂപവും ആകാശം ഭഗവാന്റെ കുടയുമായി. വേദവ്യാസനും വാത്മീകിയും ഏതെല്ലാം രൂപത്തിൽ ദേവന്മാരെ വർണ്ണിച്ചുവോ അവരെല്ലാം അതേ രൂപത്തിൽ ഗോകുലത്തിൽ വസിക്കുന്നു. സകല ശത്രുക്കളെയും നശിപ്പിക്കുന്ന ഗദ കാളിയും ശാർംഗം ധനുസ്സും ബാണങ്ങൾ കാലനുമാണ്. കമലം പ്രപഞ്ചത്തിന്റെ ബീജരൂപം, ഗരുഡൻ വടവൃക്ഷവും നാരദൻ സുദാമാവിന്റെ രൂപവും സ്വീകരിച്ചു.
സാക്ഷാൽ ഭക്തി തന്നെ വൃന്ദ. ബുദ്ധി ഭഗവാന്റെ ക്രിയാശക്തി. ഇവയെല്ലാം തന്നെ ഭഗവാനിൽ നിന്നും അഭിന്നമാണ്. ആ ഭഗവാൻ തന്നെയാണ് സ്വർഗത്തിലെയും വൈകുണ്ഠത്തിലെയും എല്ലാ ദേവന്മാരെയും ഭൂമിയിൽ അവതരിപ്പിച്ചത്. ഇത് ശരിയായി മനസ്സിലാക്കുന്നവന് സകല തീർത്ഥങ്ങളിലും കുളിച്ച ഫലം ലഭിക്കും. ഒടുവിൽ മുക്തിയും ലഭിക്കും. ഹരി ഓം. ഇനി അടുത്തതിൽ എന്ത് പറയുന്നു എന്ന് വെച്ചാൽ, വായുവിനെ വൈജയന്തിമാലയായും ധർമ്മൻ ചാമരരൂപവും മഹേശ്വരൻ ഖഡ്ഗരൂപവും കശ്യപൻ ഉരളിൻ്റെ രൂപവും. കഥയിൽ ഉരളായിട്ടെല്ലാം ചിത്രീകരിച്ചിരിക്കുന്നതിന് കശ്യപനെയല്ലാണ് ആകാശത്തെ ഭഗവാന്റെ കുടയായിട്ടെല്ലാം ചിത്രീകരിച്ചിട്ടുണ്ട്. കഥയിലാവുമ്പോൾ ഇങ്ങനെയെല്ലാം ചിത്രീകരിക്കും. വേദവ്യാസനും വാൽമീകിയും ഏതെല്ലാം രൂപത്തിൽ ദേവന്മാരെ വർണ്ണിച്ചു. അപ്പം വേദവ്യാസനും വാൽമീകിയും കൂടിയിട്ട് ഇങ്ങനെ പലതരത്തിൽ വർണ്ണിച്ചു വെച്ചിട്ടുണ്ട് ഈ പ്രകൃതിയുടെ ലീലകൾ. അത് അവർ കഥരൂപത്തിൽ വർണ്ണിച്ചു വെച്ചത്. ഏതെല്ലാം രൂപത്തിൽ ദേവന്മാരെ വർണ്ണിച്ചതോ അവരെല്ലാം അതേ രൂപത്താൽ ഗോകുലത്തിൽ വസിക്കുന്നു. ഒരു ഗോകുലം എന്നത് ചിത്രീകരിച്ചുകൊണ്ട് വേദവ്യാസൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം ഈ പ്രപഞ്ചത്തെയെല്ലാം ഒരു ഗോകുലമായി ചിത്രീകരിച്ചുകൊണ്ട് എല്ലാ കഥാപാത്രങ്ങളെയെല്ലാം വിവരിച്ച് തന്നിട്ടുണ്ട്. സകല ശത്രുക്കളെയും നശിപ്പിക്കുന്ന ഗദ കാളിയും. അപ്പം അവിടെ ഗദ, ഒരാളുടെ കൈമേൽ ഗതിയുണ്ടെങ്കിൽ ശത്രുവിനെ നശിക്കുന്ന കാളിയാണത് എന്ന് പറയും, കാളി. പിന്നെയോ ധനുസ്, ശാഖം, ധനുസും ബാണങ്ങൾ കാലനുമാണ്. ബാണം തറിക്കുമ്പോഴാണല്ലോ മരിക്കുന്നത്, അതുകൊണ്ട് അത് കാലനാണ്. അപ്പം കാലം ആയുധങ്ങളിലൂടെയാണ് ഒരുത്തനെ വധിക്കുന്നത് എന്ന നിലയിൽ എടുത്താൽ മതി. അവിടെ കാലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലം അവിടെ ആയുധമാണ്. അത് തറിക്കുമ്പോൾ ആളെ മരിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ കാലം എന്ന് പറയുന്നത് ഈ സംഗതി തന്നെയാണ്. നമ്മളതിനെ കഥയിലാവുമ്പോഴാണ് കഥാരൂപത്തിൽ കണ്ണും മൂക്കും എല്ലാം വെച്ച് അവതരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ്, ആയുധങ്ങളാലെല്ലാം ആളുകൾ മരിക്കും. ഗത കൊണ്ട് മരിക്കും, ആയുധങ്ങൾ കൊണ്ട് മരിക്കും, ഏറ്റുമുട്ടലുണ്ടാവും. ഇതെല്ലാം കാലം തന്നെയാണ്. കഥയിൽ കാലനായിട്ട് അവതരിപ്പിക്കും, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ എന്തെല്ലാമാണെന്ന് ഇതിവിടെ ഓരോന്ന് പറഞ്ഞു തരുന്നുണ്ട്. കമലം പ്രപഞ്ചത്തിൻ്റെ ബീജരൂപം. ഒരു കമലവും അതിൻ്റെ അകത്ത് ചിത്രീകരിച്ചിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തിൻ്റെ ബീജരൂപമായിട്ട് വേണം, അങ്ങനെയുള്ള പ്രപഞ്ചത്തിൻ്റെ ബീജരൂപമാണ് എന്ത്, ഈ കമലമായിട്ട് ചിത്രീകരിച്ചത്. പിന്നെയോ ഗരുഡനാണ് വടവൃക്ഷം. ഒരു വടവൃക്ഷമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് ഗരുഡനാണ്. ഗരുഡൻ ഇങ്ങനെ ആകാശത്തിലൂടെ പറന്ന് നടക്കുന്നതിനാണ് ഒരു വടവൃക്ഷമായിട്ട് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. നാരദൻ സുദാമാവിൻ്റെ രൂപവും സ്വീകരിച്ചു. സാക്ഷാൽ ഭക്തി തന്നെ വൃന്ദ. ബുദ്ധി ഭഗവാന്റെ ക്രിയാശക്തി. ഈ ബുദ്ധി, ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ബുദ്ധി എന്നത് ഭഗവാന്റെ ക്രിയാശക്തി. അതായത് ഭഗവാൻ എല്ലാവരുടെയും ബുദ്ധിയിലൂടെയാണ് അതിൻ്റെ ക്രിയാശക്തി പ്രകടിപ്പിക്കുന്നത്. കാലം, പ്രപഞ്ചം, പ്രപഞ്ചത്തിൻ്റെ പിന്നിലുള്ള ശക്തി, അല്ലെങ്കിൽ ഗ്രഹങ്ങൾ ബുദ്ധിയിലൂടെയാണ്, ഓരോ ആളുടെ ബുദ്ധിയിലൂടെയാണ് അതിൻ്റെ ക്രിയാശക്തി പ്രയോഗിക്കുന്നത്. പിന്നെയോ ഇവയെല്ലാം തന്നെ ഭഗവാനിൽ നിന്നും അഭിന്നമാണ്. അപ്പം ഇതെല്ലാം ഭഗവാനിൽ നിന്നും അഭിന്നമാണ്. നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസും ആ ഭഗവാന്റെ തീരുമാനമനുസരിച്ച്, അതിനൊരു ലക്ഷ്യമുണ്ട്. സുന്ദരമായ ഈ അധർമ്മികളെയെല്ലാം വധിച്ചിട്ട് ഒരു സുന്ദരമായ ലോകം കുറച്ചു കാലത്തേക്ക് ഉണ്ടാക്കിയെടുക്കും. അതാണ് കൃഷ്ണയുഗത്തിലൂടെ സംഭവിക്കുന്നത്. ആ ഭഗവാൻ തന്നെയാണ് സ്വർഗത്തിലെയും വൈകുണ്ഠത്തിലെയും എല്ലാ ദേവന്മാരെയും ഭൂമിയിൽ അവതരിപ്പിച്ചത്. ആ ശക്തി തന്നെയാണ് നമ്മളെ എല്ലാം സൃഷ്ടിച്ചിട്ട് ഈ കർമ്മങ്ങളിൽ ഏറ്റെടുപ്പിക്കുന്നത്. പലതരം റോളുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ആ ശക്തി തന്നെയാണ് സൃഷ്ടിച്ചിട്ട് അതിൻ്റെ ഒരു ലീല. ഇതാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. ബ്രഹ്മത്തിന്, നിർഗുണമായ ബ്രഹ്മത്തിന് ഒരു നല്ല ലോകം ഉണ്ടാക്കണമെന്ന് തോന്നി സുന്ദരമായ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുരോഗമിച്ച.
ഇപ്പം ഘട്ടം ഘട്ടമായി മനുഷ്യരെ സൃഷ്ടിച്ചു. കാട്ടിൽ നിന്ന് തുടങ്ങി ശാസ്ത്രത്തിൻ്റെ വേദത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുരോഗമതി, അല്ലെങ്കിൽ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുരോഗമിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അധർമ്മികൾ വരുമ്പോൾ അതിനെ ഏറ്റുമുട്ടിയിട്ട് നശിപ്പിച്ചിട്ട് 4 യുഗങ്ങളിലൂടെ അവസാനം മഹാഭാരത യുദ്ധത്തിലൂടെ എല്ലാ അധർമ്മികളെയും വധിച്ചുകൊണ്ട് ഒരു സുന്ദരമായ ലോകം പടുത്തുയർത്തുന്നു. ഇത് ശരിയായി മനസ്സിലാക്കുന്നവന് സകല തീർത്ഥങ്ങളിലും കുളിച്ച ഫലം കിട്ടും, ഒടുവിൽ മുക്തിയും നേടാം. ഇത്രയും കാര്യങ്ങൾ ഇതെല്ലാം ആ ബ്രഹ്മത്തിൻ്റെ കളിയാണ് എന്ന് മനസ്സിലാക്കുന്നവന് മുക്തി ലഭിക്കും. അല്ലാത്തവര് ഈ മായയിൽ അകപ്പെട്ടുകൊണ്ട് ഉള്ളതെല്ലാം കാട്ടിക്കൊണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബ്രഹ്മത്തിന് ഇത്രയേ ഉള്ളൂ. ബ്രഹ്മം ഒരു പുതിയ, നമ്മൾ ചെയ്യുന്ന മാതിരി തന്നെ നമുക്കൊരു പുതിയ വീടുണ്ടാക്കണം എന്ന് വെച്ചാൽ നമ്മൾ ആൾക്കാരെയെല്ലാം വെച്ച് വീടുണ്ടാക്കിയിട്ട് നമ്മുടെ ഭാവനക്കത്ത് നല്ലൊരു സുന്ദരമായ വീടുണ്ടാക്കും. അത് പഴകുമ്പോൾ ഇടിച്ചു കളയും. പിന്നെ നമ്മളെ മക്കളോ മറ്റോ പിന്നെയും ഉണ്ടാക്കും. ഇവിടെ എല്ലാം ചെയ്യുന്നത് ആ ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മം ഒരു അതിൻ്റെ ഭാവനയിലുള്ളൊരു ലോകമാണ് അവസാനം കൃഷ്ണൻ്റെ കാലഘട്ടമാകുമ്പോൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ കാലത്തെ ബ്രഹ്മസ്വരൂപമാണ്, ബ്രഹ്മത്തിൻ്റെ ഭാവനയിലുള്ള ശരിയായ ആ സൃഷ്ടിയുടെ രൂപമാണ് കൃഷ്ണ കാലഘട്ടത്തിൽ വരുന്നത്. അല്ലെങ്കിൽ അത് തന്നെയാണ് ബ്രഹ്മത്തിൻ്റെ ശരിയായ പൂർണ്ണമായ മായ രൂപം, അല്ലെ മായ ലോകം.